നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയുമായി സർക്കാർ വരികയാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ, അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ബുദ്ധിമുട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകൾ. പ്രതീക്ഷിക്കാതെ വരുന്ന ഇത്തരം ചിലവുകളാണ് നമ്മുടെ കുടുംബജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. അതിന് പരിഹാരം എന്നോണമെന്നാണ് സർക്കാർ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയുമായി സർക്കാർ വരുന്നത്. വീട്ടിലുള്ള അംഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയൊരു കാർഡായിരിക്കും നമുക്കിതിന് ലഭിക്കുക. അതിൻ്റെ നടപടികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിൻ്റെ പ്രാരംഭ നടപടികൾക്ക് സർക്കാർ 10 കോടി വകയിരുത്തിയിരുന്നു. അതുമായി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആയിരിക്കും ലഭിക്കുക. ഇപ്പോൾ തന്നെ സർക്കാർ മേൽനോട്ടത്തിൽ ഒരുപാട് ഇൻഷുറൻസ് പദ്ധതികൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. RSBI കാർഡ്, കാരുണ്യ കാർഡ്, അങ്ങനെ ഒരുപാട് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ MLA എല്ലാം കീഴിൽ ഇപ്പോൾ തന്നെ നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതിയെല്ലാം ഒരുമിച്ചായിരിക്കും ഇനി നടപ്പിലാക്കുക. RSBI കാർഡ്, അതുപോലെ തന്നെ കാരുണ്യ കാർഡ്, ഇങ്ങനെയുള്ള ഈ കാർഡുകളെല്ലാം ഒന്നിച്ചൊരു പദ്ധതി നടപ്പാക്കുന്ന രീതിയിലായിരിക്കും ഇനി വരിക. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആയിരിക്കും ഇതുമൂലം ഓരോ വ്യക്തികൾക്ക് ലഭിക്കുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനൊരു രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ വഴിയായിരിക്കും നടപ്പിലാക്കുന്നത്. ചുവപ്പ്, മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് തികച്ചും സൗജന്യമായും മറ്റ് കളർ റേഷൻ കാർഡുള്ള ആളുകൾക്ക് വർഷത്തിൽ ചെറിയൊരു എമൗണ്ട് അടക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ നടപടികൾ വരിക. ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുമായി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 2027 ജനുവരി മാസം മുതലായിരിക്കും നടപ്പിലാക്കുക. അതിനുമുമ്പ് തന്നെ ഇങ്ങനെയുള്ള അതിൻ്റെ അപേക്ഷ, അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും സർക്കാർ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. നമുക്കറിയാം, കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ഒട്ടുമിക്ക ആളുകൾക്കും ഏറ്റവും കൂടുതൽ പണം ചിലവാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകൾ. പ്രൈവറ്റിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലുമെല്ലാം ഇതിന് വലിയ രൂപത്തിലുള്ള പണമാണ് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ RSBI കാർഡിൻ്റെ പുതിയ അപ്ഡേഷനുകളും വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും സർക്കാരിൻ്റെ പുതിയ തീരുമാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും